പൗർണമി, എന്തോ നമ്മുടെ നാട്ടിലെ പെൺകുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ വിശ്വസിനി ഹോസ്റ്റലിൽ നിർത്തും? താൻ വല്ലതൊക്കെ അറിഞ്ഞോ? കള്ളന്മാരുടെ വിരാജിക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുക കൊച്ചിയിലേക്ക് ഹോസ്റ്റൽസ്. ഇതിന് ഹോസ്റ്റൽ എന്നാണോ വിളിക്കേണ്ടത്? എനിക്കറിയില്ല ശാരിക, നമ്മളുമൊക്കെ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. അന്നൊന്നും പക്ഷേ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പം 1-2 അല്ല, 3 ഹോസ്റ്റലുകളിൽ, അതായത് എറണാകുളം ജില്ലയിലെ 3 ഹോസ്റ്റലുകളിൽ വെളുപ്പിന് 2 മണിക്കൊക്കെ ആളുകൾ കയറുക. അതും എത്ര ലാഘവത്തോടാ, എന്തോ മുൻകാല പരിചയം ഉള്ളതുപോലെ വളരെ കൂളായിട്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഭയങ്കര പരിചയമുള്ള പോലെ നേരെ കയറി വരുന്നു. ആദ്യത്തെ ഡോർ നോക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ഡോർ തട്ടി നോക്കുന്നു, മൂന്നാമത്തെ ഡോർ നോക്ക് ചെയ്യുന്നു, കയറുന്ന അകത്തോട്ട്. അകത്തേക്ക് കയറിയിട്ടാണല്ലോ ഡോറിന്റെ അടുത്ത് വരെ. പക്ഷെ എങ്ങനെ അവിടെ വരെ എത്തിപ്പെട്ടു? അല്ലെ ഈ പറയുന്ന ഹോസ്റ്റലിലെ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ പറ്റി, അല്ലെങ്കിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ടല്ലേ, 1-2 വർഷമായിട്ട് ഈ ഹോസ്റ്റൽ സമയമൊക്കെ മാറ്റണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളെ വെളിയിൽ വിടുന്നതും ഒക്കെ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ അകത്തിരിക്കുന്ന കുട്ടികൾക്ക് എന്ത് സുരക്ഷയാണ് ഈ ഹോസ്റ്റൽ അധികൃതർ നൽകുന്നത്, അല്ലെങ്കിൽ കോളേജ് അധികൃതർ നൽകുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ സെക്യൂരിറ്റി എന്നൊരു സംവിധാനം, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് ആളുകളെയൊക്കെ നിർത്താറുണ്ടല്ലോ, അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഹോസ്റ്റലിനുള്ളിലേക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കള്ളൻ ഇപ്പം പറയുന്ന മോഷ്ടാവാണ് അല്ലെങ്കിൽ മോഷ്ടിക്കാനാണ് എന്ന് പറയുന്നത്, ഈ പറയുന്ന ഈ കോളേജ് പിള്ളേരുടെയൊക്കെ ബാഗിൽ നിന്ന് എന്ത് കിട്ടാനാണ്, എന്ത് മോഷ്ടിക്കാനാണ് ശരിക്കും അവിടെ നിന്ന്? അതെനിക്ക് മനസ്സിലായില്ല. ശരിക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ പണ്ട് തൊട്ടേ ഞാനിങ്ങനെ ഹോസ്റ്റലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠനം നടത്തുമ്പോൾ അലിഗേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ മിക്കപ്പോഴും ഉടായ്പകൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സകല വൃത്തികേടുകൾ നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഹോസ്റ്റൽ എന്ന് ഞാൻ കേട്ടു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാത്തൊരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ ഡേ സ്കോളറായിരുന്നു. പക്ഷേ എനിക്കൊന്ന് പൗർണമി തൻ്റെ UG PG എല്ലാം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ എന്നെക്കാൾ കൂടുതൽ എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്ന ആൾ പൗർണമി തന്നെയായിരിക്കും. സോ പക്ഷേ എനിക്ക് എൻ്റെ കുറേ ഹോസ്റ്റൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിമൻസ് കോളേജിൽ പഠിച്ചുകൊണ്ട് തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് അവർ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. ഇനി എൻ്റെ കാര്യം അതൊന്നും ഇവിടെ പറയുന്നില്ല ഞാൻ. പക്ഷേ അപ്പോഴും അവിടെ സ്ട്രിക്റ്റ് ആണ്. അവർ പറയുന്ന ഹോസ്റ്റലിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം ഒക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കനോഷൻ ഹോസ്റ്റലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ ശാരിക ഹോസ്റ്റലിൽ കയറണം, 6 മണിക്ക് കയറി സിസ്റ്റർ അടിച്ച് പുറത്ത്, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്. ഞാൻ പഠിച്ച സെൻറ് ജോസഫ് കോളേജിൻ്റെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ള സംവിധാനങ്ങളാണ്. പക്ഷേ പൊതുവേ ഇപ്പോൾ എൻ്റെ ബ്രദർ SCMS പഠിച്ച ഒരാളാണ്. അപ്പോൾ അവിടെയും SCMS എന്നൊക്കെ പറഞ്ഞാൽ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ. അപ്പോൾ പൊതുവിൽ ഹോസ്റ്റൽസ് എന്ന് പറയുമ്പോൾ കോളേജ് ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിരിക്കും, ഭയങ്കര ബിസിനസ് കോളേജ് അല്ലെങ്കിൽ ഭയങ്കര ആർട്സ് കോളേജ്, പക്ഷേ ഭയങ്കര സ്ട്രിക്റ്റ്. പക്ഷെ അവരുടെ ഹോസ്റ്റൽ പ്രൊമൈസസിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ആകെപ്പാടെ തകിടം മറിയുകയാണ്. അവിടെ ഒന്നിനും നിയന്ത്രണങ്ങളില്ല, എന്തു തോന്നിയോ ആസോ. പുറമേ കാണുമ്പോൾ ഹോസ്റ്റൽ വാർഡൻ പക്ക സ്ട്രിക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഓക്കെ. ബട്ട് അല്ലാത്ത കാര്യങ്ങൾ നോക്കും, പല കാര്യങ്ങളിലും, അതായത് നല്ല തക്കുടുമുട്ടൻ താറാവായി പോകുന്ന കുഞ്ഞുങ്ങളൊക്കെയും എലുമ്പന്മാരായിട്ട് മറ്റേ ഈർക്കിലി പോലെ തിരിച്ചു വരുന്ന അവസ്ഥയാണ് ഹോസ്റ്റലിൽ. അത് ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ. അവിടുത്തെ ഭക്ഷണങ്ങളെ കുറിച്ച് വളരെ മോശം, മതിലുചാട്ടത്തെക്കുറിച്ച് മോശം പരിസ്ഥിതി, തോന്നിയവാസങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കഞ്ചാവ് വിൽപ്പന, കളമശ്ശേരി ഹോസ്റ്റലിൽ നിന്ന് പിടിച്ച് നമ്മളെല്ലാവരും കേട്ടതാണ് പോളിടെക്നിക്കിനെ. കഞ്ചാവ് വിൽപ്പന വിത്ത് ത്രാസ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ക്യൂ നിന്ന് കട വരെ അവർ ചിലപ്പോൾ തുടങ്ങിയേക്കാം അവിടെ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഹോസ്റ്റലിൻ്റെ മേന്മകൾ. പണ്ടത്തെ ഹോസ്റ്റലും ഇന്നത്തെ ഹോസ്റ്റലും തമ്മിൽ, ഇപ്പോഴത്തെ ഹോസ്റ്റലിൽ ഗജാന്തര വ്യത്യാസമാണ്. അതായത് രാവും പകലും പോലത്തെ വ്യത്യാസങ്ങളുണ്ട്. അന്ന് ഹോസ്റ്റൽ വാർഡൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളോളം തന്നെ പേടിയാണ് കുട്ടികൾക്ക്. ഹോസ്റ്റൽ വാർഡൻ വരുന്നു, അത് സിസ്റ്റർ ആവട്ടെ നോർമൽ സാറാവട്ടെ, എന്ത് കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്, ആണായാലും പെണ്ണിനും പേടിയാണ്. പക്ഷെ ഇന്ന് അവരെ പുല്ലുവിലയാണ്, അവരും ഇതിന് കൈ നിൽക്കുന്നു എന്നതാണ് മിക്കയിടത്തെ അവസ്ഥ. അത്രയും പരിതാപ മാറിയോ കേരളത്തിലെ ഹോസ്റ്റലുകൾ? ഒരു എക്സ് ഹോസ്റ്റലർ എന്ന നിലയിൽ എന്ത് പറയുന്നു? ഇപ്പോഴത്തെ മുൻപ് വെച്ച് ഇപ്പോൾ ഒരുപാട് കാലം പിന്നിലോട്ടൊന്നും പോകണ്ട, 2014 കാലഘട്ടത്തിലാണ് ഞാൻ ഫസ്റ്റ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമാണ്. ആദ്യമായിട്ട് ഈ പറയുന്ന എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെയുള്ളൊരു ഹോസ്റ്റൽ, അതായത് എൻ്റെ ഒരു ഹോസ്റ്റൽ കൺസെപ്റ്റിനെ തന്നെ മാറ്റി വെച്ചൊരു ഹോസ്റ്റലായിരുന്നു അത്. കാരണം മോശമല്ല, നല്ലതായിരുന്നു. കാരണം നോർമലി നമ്മൾ ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ വൃത്തി എങ്ങനെ അങ്ങനെയുള്ള കുറേ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കുമല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ പല ആളുകളുമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നതാണ്. അപ്പം അവിടെയൊക്കെ നീറ്റ്നെസ് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ, അതായത് എവിടെ പോയാലും നമ്മൾ പിന്നീട് ഞാൻ കമ്പയർ ചെയ്തിരുന്ന ആ ഹോസ്റ്റലിൽ അത്രയും ഹോസ്റ്റൽ എങ്ങനെ ആയിരിക്കും ഭയങ്കര അഭിമാനത്തോട് തന്നെയാണ് കേട്ടോ ഞാനത് പറയുന്നത്. അല്ലാതെ അത് 6:30 ഞങ്ങളുടെ ഹോസ്റ്റലിൽ ലാസ്റ്റ് എൻട്രൻസിനുള്ള സമയം. ഈവൻ അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും വൈകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി വിളിച്ച് പറയണം. വാർഡനെ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ ഗേറ്റ് ഓപ്പൺ ചെയ്യണം. ഗേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്കുള്ള പ്രവേശനത്തിനുള്ള മെയിൻ ഡോർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാർഡനെ, സിസ്റ്റർ ആയിരുന്നു വാർഡൻ,
സിസ്റ്ററിനെ വിളിച്ച് പെർമിഷൻ എടുത്തതിന് ശേഷം, അത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ലേറ്റ് ആവും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ടൗണിൽ പോയേക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോളേജിൽ തന്നെ എന്തെങ്കിലും ക്ലാസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് മൂവിക്ക് പോകും. പക്ഷേ കൂടുതലും ആ സമയത്തൊന്നും പോകാൻ പറ്റില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് അതിനുള്ള സമയമൊന്നും കിട്ടില്ല. പക്ഷേ എങ്കിലും ഭക്ഷണം കഴിക്കാനോ എന്തിനായിക്കോട്ടെ, ഈവൻ നമുക്ക് ഫുഡ് വേണ്ടെങ്കിൽ പോലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ പറയണം നമ്മൾ ഇത്ര പേർക്ക് ആഹാരം വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഇതെന്താ നമ്മൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടാണോ നമ്മളോട് ഇത്രയും കർശനമായിട്ട് കാണിക്കുന്നത്? 6:30 സെക്യൂരിറ്റി വന്ന് ഗേറ്റ് ക്ലോസ് ചെയ്യും, പിന്നെ പട്ടിനെ തുറന്നു വിട്ടേക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞൊരു സെക്കൻഡ് ഇയർ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്ററിന് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മളൊക്കെ എത്രയോ ഭേദം. അത് കഴിഞ്ഞിട്ട് വന്ന പിള്ളേർ അതിനേക്കാളും മോശം രീതിയിലുള്ള പെരുമാറ്റം. അപ്പം പിന്നെ നമ്മളോടുള്ള കോൺസെൻട്രേഷൻ മാറി ആ പിള്ളേരെ അപ്പോൾ മനസ്സിലായത്. അതായത് വരുന്ന സമയം ഫസ്റ്റ് ഇയർ, കാരണം ആ സമയത്ത് ഇവർക്കും അറിയാം എല്ലാ കുട്ടികളും +2 പഠനം, സ്കൂൾ പഠനകാലം കഴിഞ്ഞിട്ട് കോളേജിലോട്ട് എൻട്രി ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പോൾ വീടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കൃത്യമായ മോൾഡിങ് അല്ലെങ്കിൽ ഒരു കൃത്യമായ ലീഡർഷിപ്പിലൂടെ പിള്ളേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ബോധ്യമാക്കാനും പറ്റുള്ളൂ. കുറച്ച് ദേഷ്യം അവർക്ക് തോന്നിയാലും പിന്നീട് അത് ശരിയാവും. ആ ഒരു മൈൻഡോട് കൂടി ആ ഒരു വർഷം നമുക്ക് കിട്ടിയ ആ ഒരു ട്രെയിനിങ്ങും പങ്ക്ച്വാലിറ്റിയും കാര്യങ്ങളും, അതായത് നമുക്ക് കോളേജിലേക്ക് പോകാൻ ഹോസ്റ്റലിൽ തന്നെ ബസ് വരുന്നു, നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ കോളേജ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഹോസ്റ്റലും കോളേജും തമ്മിൽ. അപ്പോൾ ആ 8:15 ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ഡിഗ്രി കാര്യം പോകണം, 8:45 സെക്കൻഡ് ട്രിപ്പിൽ PG കാര്യം പോകണം. അപ്പം നമ്മൾ ആ കൃത്യമായിട്ടുള്ള ചിട്ട, ആ സമയത്തിനകത്ത് 7:30 ഫുഡ് ബെല്ലടിക്കും, ആ സമയത്ത് നമ്മളിന്ന് ഫുഡ് കഴിക്കണം, അതിന് മുമ്പ് എഴുന്നേക്കണം, പല്ല് കേൾക്കണം, കുളിക്കേണ്ടവർക്ക് കുളിക്കണം. അങ്ങനെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നീട് അത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞാൻ ആ ഒരു കാലഘട്ടം പേഴ്സണലി ഭയങ്കരമായിട്ട്. ഇപ്പം എൻ്റെ കൂടെയുള്ള ഞങ്ങൾ ഒരു 12 പേരുണ്ടായിരുന്നു, ഒരു 3 റൂമിലായിട്ട് ആ ബാച്ചിൽ വന്നത്. ഞങ്ങൾ ആ 12 പേരോട് എനിക്ക് ഇപ്പോഴും 100% ഉറപ്പാണ്, നിങ്ങൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ 12 പേരും 2014 to 2017 ഒന്നുകൂടെ പോകാൻ പറ്റിയതെങ്കിൽ തീർച്ചയായിട്ടും പോയതെന്ന് തന്നെയാണ്. അപ്പോൾ അത്രയും മനോഹരമായ ഒരു ഹോസ്റ്റൽ. ഇപ്പോൾ കോളേജിൻ്റെ നമുക്ക് വേറെ പഠിത്തവും കാര്യങ്ങളും, പക്ഷേ ഹോസ്റ്റൽ കാലഘട്ടം അങ്ങനെയായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു രീതി മാറി, പിള്ളേരുടെ ആ ഒരു സ്വഭാവം മാറി. അവർ ഹോസ്റ്റലിനെ കാണുന്നത് നമുക്കറിയാമല്ലോ, നമ്മൾ പഠിക്കുന്നു തിരിച്ചു വരുന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുന്ന മെമ്മറീസ് ഫ്രണ്ട്സുമായിട്ടുള്ളത് ഹോസ്റ്റലിൽ തന്നെയാണ്. പ്രത്യേകിച്ച് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നതാകുമ്പോൾ പല രീതികളാണ്, പല സ്വഭാവത്തിന് ഉടമകളാണ്. പക്ഷെ അവരെല്ലാവരും കൂടെ ചേർന്നിരുന്നു, ഈവൻ പഠിക്കാനാണെങ്കിലും ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ കിട്ടാത്ത അങ്ങനെ ഭയങ്കര ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട്. നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെ പഠിക്കുന്നതെന്ന് അറിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ക്ലാസ്സിൽ തന്നെയുള്ള 5-6 പേരുണ്ടെങ്കിൽ നമുക്ക് ഒരാളോടല്ലേ മറ്റൊരാളോട് ചോദിക്കാം, ഒന്നിച്ചിരുന്ന് പഠിക്കാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അങ്ങനെ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മൾ അത്രയും പേരോട് ചേർന്ന് ഭയങ്കര കുരുത്തക്കേടുകളും ഒക്കെ കാണിച്ചിട്ടുണ്ടോ ഹോസ്റ്റലിൽ. പക്ഷെ അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള മെമ്മറീസ് ആയിട്ടാണ് ഓർക്കുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ കഞ്ചാവോ ഇങ്ങനെ ഈ പറയുന്ന സാധനങ്ങളൊന്നും. ഇപ്പം നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും നമ്മളെക്കാളും തലതെറിച്ചതെന്നൊക്കെ ആണല്ലോ അന്നൊക്കെ അറ്റ്മോസ്റ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഒരു ഫണ്ണുണ്ടായിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നു. ആ റാഗിങ് ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ നമുക്കും കിട്ടിയിട്ടുണ്ട് റാഗിങ്. അതിപ്പോൾ ഈ പറയുന്ന പോലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര അതിക്രൂരമായിട്ടുള്ള റാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. കോഴിയെ പിടിക്കുന്ന പോലെ കാണിക്കുക, കാർ ഓടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ദോശ ചുട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഒരു തട്ടുകട നീ നടത്തും, അവിടെ നീ എങ്ങനെ ദോശ ചുടും. പിന്നീട് അതൊക്കെ ശരിക്കും ആ റാഗിങ്ങിൻ്റെ ആ ഒരു സുഖവും സ്പിരിറ്റും ശരിക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കളായത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹോസ്റ്റൽ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ മറക്കത്തേയില്ല. പക്ഷെ നിലവിൽ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന അങ്ങനെയല്ല. അതുപോലെ തന്നെ ഇവിടെ സുരക്ഷയുടെ കാര്യത്തിലും നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആ ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ട്, എനിക്കെന്നല്ല ആ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ മൊബൈൽ ഫോണുകൾ അവിടെ 9 മണിക്ക് ശേഷം അലൗഡ് അല്ലായിരുന്നു എന്നുള്ളൊരു ഒറ്റ കാര്യമുള്ളൂ. പക്ഷെ അതായത് ഇപ്പം ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും കാണും, അന്നും ഉണ്ടായിരുന്നു. ഇപ്പം 10 പേരെ ഹോസ്റ്റലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു 20 മൊബൈൽ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും പൗർണമി വളരെ പാഷനേറ്റ് ആയിട്ട് പഴയ ഗതകാല സ്മരണകൾ അയവറക്കാനായിട്ട് വലിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് സത്യം. പറഞ്ഞപ്പോൾ പൗർണമി വല്ലാതെ ആകാംക്ഷയോടും ഭയങ്കര സന്തോഷത്തോടു കൂടി പൗർണമി ഹോസ്റ്റൽ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു യഥാർത്ഥ ഹോസ്റ്റൽ ജീവിതം. പണ്ട് കാലത്തെ ജനറേഷൻ ഉണ്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ വലിയ പഴക്കമൊന്നുമില്ല, ഒരു 10 വർഷത്തെ അല്ലെ 10 വർഷത്തിന് മുമ്പുള്ള ഒരു ഹോസ്റ്റൽ ജീവിതം അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് വളരെ വ്യത്യസ്തമല്ല അപകടകരമായ രീതിയിൽ തരംതാണ് പോയിരിക്കുന്നത് ഹോസ്റ്റൽ. നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കിട്ടിയപ്പോൾ 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങളായത് കുഴപ്പമില്ല. ഇതിപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെയുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ വളരെ ക്രൂരമായി റാഗി ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങളായി, ഒരു നിഗൂഢമായ സ്ഥലങ്ങളായി ഹോസ്റ്റലുകൾ മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇനിയിപ്പോൾ വിമൻസ് ഹോസ്റ്റലിൽ ഈ പറയപ്പെടുന്ന കള്ളൻ ഒരേ സമയത്ത് 3 ഹോസ്റ്റലിൽ കയറുമ്പോൾ ഈ 3 ഹോസ്റ്റലും ഒരേ ആളുടെ കീഴിലുള്ളതാണോ, ഒരേ കോളേജ് പ്രൊമൈസസിലുള്ളതാണോ, അതോ ഇതിൻ്റെ നടത്തിപ്പുകാരൊക്കെ ചെയിൻ ആയിട്ട് നടത്തുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരേ ടൈം, അതായത് ഒരു രാത്രി അർദ്ധരാത്രി 1 മണിക്ക് കയറിയ കള്ളൻ 2 മണിക്ക് വേറൊരു ഹോസ്റ്റൽ അതുപോലെ കയറുന്നു, അതേപോലെ തന്നെ അയാൾ ഒരു 3-3:30 ആകുമ്പോൾ വേറൊരു ഹോസ്റ്റലിൽ കയറുന്നു. ഇതെന്താ ഇയാൾ ഇതിനെക്കുറിച്ച് പഠിച്ചു വെച്ചിരിക്കും? ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇയാൾ നിരീക്ഷണം നടത്തിയിട്ടുണ്ടാവാം. ഈ പറയുന്ന ഹോസ്റ്റലിൽ ഇങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുവാണ്, ഇവിടെ അങ്ങനെ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല, ഏത് സമയത്തും ആർക്കും കയറാൻ പറ്റുന്ന ഒരു ഹോസ്റ്റലാണ്, അല്ലെങ്കിൽ
ഈ പറയപ്പെടുന്ന പോലെ രാത്രി സഞ്ചാരം ആ ഹോസ്റ്റലിൽ ഉണ്ടായിരിക്കാം. അത് ഇയാൾ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇയാൾക്ക് വല്ലൊരു പറഞ്ഞറിവുണ്ടായിരിക്കാം. ഒരു കള്ളൻ പല ഹോസ്റ്റലിൽ മാത്രം കേന്ദ്രീകരിച്ച് പോകണമെങ്കിൽ ഒന്നെങ്കിൽ അതിന് വേറെ പല പേരുകളുണ്ട്. കാരണം സ്ത്രീകൾ വസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ കയറുന്ന കള്ളന്മാർ വേറെ ഉദ്ദേശത്തോടുകൂടെ കയറുന്നത്. ഞാനതിപ്പോൾ ഇവിടെ ചർച്ചയാക്കുന്നില്ല. പക്ഷേ എന്തായാലും ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് ഇതിനൊരു മറുപടി ഇതിൻ്റെ നിയമപാലകർ തരേണ്ടതാണ്. അതുപോലെ നിയമപാലകരെക്കാൾ കൂടുതൽ ഹോസ്റ്റൽ നടത്തിപ്പുകാർ, ഏത് കോളേജിൻ്റെ, ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, കോളേജ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റലാണോ എന്ന് നമുക്ക് അറിവില്ല. പക്ഷേ എന്നിരുന്നാലും ഏത് വിമൻസ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിന് വിമൻസിന് സുരക്ഷിതത്വം തീരെയില്ല എന്ന് ബോധ്യപ്പെടുന്നതാണ്. CCTV രംഗങ്ങൾ വെച്ചാണ് വാർത്ത വന്നിരിക്കുന്നത്. ചുമ്മാ അങ്ങ് വെറുതെ ഒരു വാർത്ത വന്ന് അതങ്ങോട്ട് നമ്മൾ ചർച്ചയാക്കി ഡെവലപ്പ് ചെയ്ത് പറയുമല്ല. CCTV രംഗങ്ങൾ ഉൾപ്പെടെയാണ് വാർത്താ മാധ്യമങ്ങൾ ഇത് പ്രചരിക്കുന്നത്. ഒരു കള്ളൻ, നല്ല ആരോഗ്യവാനായ ഒരു യുവാവ്, അയാൾ ഒരു പ്രായമുള്ള മനുഷ്യനുമല്ല, പെൺകുട്ടികളുടെ മുറിയിൽ കയറുന്നു, ഇറങ്ങുന്നു. പെൺകുട്ടികളുടെ റൂമിൽ കഥകൊന്നും കുറ്റിയിട്ടല്ല കിടക്കുന്നത്. ഹോസ്റ്റലാണെങ്കിൽ പോലും ഓരോരുത്തരും അവനവൻ്റെ റൂം കഥ കുറ്റിയിട്ട് കിടക്കുന്നതാണ് എൻ്റെ ഒരു അറിവല്ലേ. തീർച്ചയായിട്ടും ഓരോ ബാച്ചിനും കാണും. ഒരു റൂമിൽ ചിലപ്പോൾ 2 or 3 പേരായിരിക്കും ഉണ്ടാവും, ചില 4 പേരുള്ള റൂമുകളുണ്ടാവാം. സോ കഥ കടച്ച് കിടക്കുന്ന ഹോസ്റ്റൽ റൂമിൽ എങ്ങനെയാണ് ഒരു കള്ളൻ ഇത്ര സ്വന്തം വീട്ടിലെ വരാന്തയിൽ ഉലത്തുന്ന പോലെ വലിയ കാര്യമായിട്ട് കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ കയറുന്നത്? അതായത് നമ്മൾ പണ്ട് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ പയസ് എന്ന് പറഞ്ഞ കഥാപാത്രം ഹോസ്റ്റൽ ഈ കൂട്ടുകാർ തുറന്നു കൊടുത്തിട്ട് ലേഡീസ് ഹോസ്റ്റലിൽ കയറുമ്പോൾ കാരണം റൂം അറിഞ്ഞുകൂടാ, കാരണം മെൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന അറിഞ്ഞുകൂടാ, ലേഡീസ് ഹോസ്റ്റലിൽ എന്ത് ടൈപ്പ് ഓഫ് സ്ട്രക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, എവിടേക്കാണ് റൂംസ്, എവിടേക്കാണ് ബാത്റൂം, ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അവനത് കാണിക്കുന്നുണ്ട്, ആ ഒരു പരിമല അവിടെ കാണിക്കുന്നുണ്ട്. ഈ പരിമലൊന്നും കള്ളൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, സിനിമയിൽ കാണിക്കുന്നുണ്ട് ആ പരിമലയ്ക്ക്. പക്ഷെ ഇത് അവർ കൃത്യമായി പരിചിതമായ ഒരു സ്ഥലത്തൂടെ നടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇത് ഒരു കോളേജിന്റെ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിന്റെ ക്രെഡിബിലിറ്റിയെ, വിമൻസ് ഹോസ്റ്റലിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അവിടെ താമസിക്കുന്ന പെൺകുട്ടികളുടെ ഒരു മാന്യതയ്ക്കും അല്ലെങ്കിൽ അവരുടെ ഒരു സുരക്ഷിതത്വയ്ക്കും നിരക്കാത്തൊരു പ്രവർത്തനം തന്നെയാണ് ഈ CCTVയുടെ കണ്ടതിന് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. സോ ഇതൊരു അനാസ്ഥയായിട്ട് കണ്ടുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണം ഇതിനെ ഏർപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനെ കള്ളന്മാർക്കും അതുപോലെ സാമൂഹ്യ വിരുദ്ധർക്കും വിരാജിക്കാൻ പറ്റുന്ന, രാത്രി കാലങ്ങളിൽ വിരാജിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളെ ഹോസ്റ്റലുകളെന്നാണോ വിളിക്കേണ്ടത്?